പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഒരിക്കൽ ഞാൻ ദൈവവചനം വായിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഹല്ലേലൂയ. അപ്പൊ ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്നുള്ള കർത്താവിൻ്റെ തിരുവെഴുത്ത്. ഹല്ലേലൂയ. ഈ വചനം വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്നത് പ്രശ്നിക്കുക, നമ്മുടെ സകല പാപവും കഴുകിക്കളയുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ള യാഥാർത്ഥ്യം ലോകത്തിനു മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്നതാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ അഥവാ യേശുവിനെ നമുക്ക് വേണ്ടി താണ ലോകത്തിലേക്ക് പിതാവ് അയച്ചു. ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ 3.5 വർഷത്തെ ശുശ്രൂഷയും തൻ്റെ സ്നാനവും തൻ്റെ മരണ അടക്ക പുനരുത്ഥാനവും മാത്രമല്ല തൻ്റെ സ്വർഗാരോഹണമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, ലോകത്തിന്റെ സകല പാപവും ചുമക്കുവാൻ വേണ്ടി പിതാവിനാൽ അനുവദിച്ച് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു നമ്മൾ അനുഭവിക്കേണ്ട ആ ന്യായവിധി കർത്താവായ യേശുക്രിസ്തു തന്നെ ആ ന്യായവിധി ഏറ്റെടുക്കുക. പിതാവിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ അനുഭവിക്കേണ്ട ന്യായവിധി പുത്രനായ യേശു ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറി. ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തിന്റെ നിത്യപ്രതീകമായ, ഹല്ലേലൂയ, അവന്റെ സ്നാനത്തിലൂടെ അവന്റെ ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ, ഹല്ലേലൂയ, അത് നമ്മെ നീതിവാന്മാരാക്കി. അപ്പം പുതിയ നിയമത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലാക്കി എഴുതുവാൻ പിതാവായി ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഉള്ളിലും ഹൃദയങ്ങളിലും നാം ദൈവമുമ്പാകെ പാപികളാണോ നീതിമാന്മാരാണോ എന്നൊരു ചോദ്യം. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യൻ മുഴുവൻ ചിന്തിക്കേണ്ടതാണ്, നാം ദൈവത്തിന് മുമ്പിൽ നീതിമാനാണോ പാപികളാണോ, അതോ ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടോ? ദൈവവചനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അവന്റെ ക്രൂശമരണത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, അവന്റെ സ്നാനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ദൈവവചനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത് യേശുക്രിസ്തുവാണ്, നമ്മുടെ പാപപരിഹാരത്തിനാണെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ, ആമേൻ, അത് നാം ക്രിസ്തുവിനെ നാം ഹൃദയം കൊണ്ട് സ്വീകരിച്ച് നാവുകൊണ്ട് അല്ലെ വായിക്കൊണ്ട് ഏറ്റു പറയുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് പാപമോചനം മാത്രമല്ല, ദൈവം നിങ്ങളെ നീതിമാന്മാരാക്കുകയും അവന്റെ ന്യായപ്രമാണത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതുകയും ചെയ്യും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു നമ്മുടെ സകല പാപവും വഹിച്ച് നമുക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ടു എന്ന് വേദപുസ്തകം വായിക്കുന്നുണ്ട്. അപ്പൊ യേശുവാണ് നമ്മുടെ രക്ഷകൻ, യേശുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി ആ ശിക്ഷ ഏറ്റെടുത്തത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദിവസേന പാപം ചെയ്യുന്ന നാം എങ്ങനെ നീതിമാന്മാരാകും എന്ന് പഴയ നിയമ പ്രമാണത്തിൽ മനുഷ്യന് ചിന്തിക്കാൻ കഴിയാതിരുന്ന കാലഘട്ടത്തിലാണ് പിതാവ് തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പുത്രനായിരിക്കുന്ന യേശുവിനെ അയച്ചത്. അത് യോഹന്നാന്റെ സുവിശേഷം 3:16 വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന്റെ പാപത്തിന് പരിഹാരവും മനുഷ്യനെ നീതീകരിക്കപ്പെടുവാനും നീതീകരിക്കപ്പെട്ടവന്റെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം എഴുതുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നീതീകരിക്കപ്പെടുന്നവന്റെ, വിശുദ്ധീകരിക്കപ്പെടുന്നവന്റെ, വിശുദ്ധി പ്രാപിക്കുന്നവന്റെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം എഴുതി ചേർക്കുന്നു. ഹല്ലേലൂയ. യേശു പിതാവിനെ അനുസരിച്ചതുപോലെ നാമും കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ, അനുസരണത്തിനായി നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിലും ആ ന്യായപ്രമാണത്തെ, ദൈവവചനത്തെ ദൈവം എഴുതി ചേർക്കുകയാണ്. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവി, നിങ്ങൾ പാപിയാണോ നീതിമാനാണോ? നിങ്ങളുടെ ഉള്ളിൽ ന്യായപ്രമാണം ദൈവം എഴുതിയിട്ടുണ്ടോ? യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമണ്ഡലത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ആ യാഗമണ്ഡലത്തിൽ താങ്കൾ രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? താങ്കളുടെ ഹൃദയത്തിന്റെ സകല അകൃത്യങ്ങളും പാപങ്ങളും നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച യേശുവിന്റെ രക്തമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ.
അപ്പൊ നീതിമാന്മാരായി എന്ന് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരണം. ഹല്ലേലൂയ. ലോകത്തിലൊരു മതത്തിനോ മത നേതാവിനോ മതചിന്തകൾക്കോ മതത്തിന്റെ തത്വങ്ങൾക്കോ ഒന്നും നമ്മെ നീതിമാനാക്കാൻ കഴിയത്തില്ല. നമ്മൾ അനീതിയിൽ ജീവിച്ചവരും അനീതി കെട്ടവരുമായ അനീതിയാൽ നിറയപ്പെട്ട അനീതിയുടെ അനുഭവത്തിൽ നിന്നാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് നമുക്ക് വേണ്ടി ആ ക്രൂശിലെ മരണത്തിലൂടെ നമ്മെ നീതിമാന്മാരാക്കി എടുത്തത്. അങ്ങനെ നീതിമാന്മാരായി ഇവരുടെ ഹൃദയത്തിലാണ് ദൈവം തന്നെ ന്യായപ്രമാണത്തെ എഴുതുന്നത്. ഹല്ലേലൂയ. അപ്പം വീണ്ടെടുപ്പിന്റെ സുവിശേഷം, ഹല്ലേലൂയ, വീണ്ടെടുപ്പിന്റെ സന്ദേശം നമ്മെ നീതിമാന്മാരാക്കുന്നു. അപ്പോസ്തലനായ പൗലോസോ ഹല്ലേലൂയ അബ്രഹാമോ പൂർവ്വപിതാക്കളോ ആരെങ്കിലുമോ അവരുടെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. മറിച്ച് ദൈവവചനത്തിലുള്ള വിശ്വാസം പാപമോചനത്തിന്റെ അനുഗ്രഹത്തിനായി, പാപത്തിനുള്ള പരിഹാരത്തിനായി അത് വചനത്തിലൂടെ നമ്മൾ വിശ്വസിക്കുകയും നമ്മളത് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നീതീകരിക്കാൻ വിടാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതേ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം വരും. മാത്രമല്ല, കർത്താവിൻ്റെ ന്യായപ്രമാണം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി തരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ ദുഷ്ടതയും നീങ്ങി, നമ്മൾ ഹൃദയത്തിനകത്ത് എല്ലാ അശുദ്ധിയും നീങ്ങി ദൈവവചനത്താൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ എബ്രായ ലേഖനം 10:18 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഇവയുടെ മോചനം ഉള്ളയിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾക്കായി നാം മരിക്കാതെ ഇരിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം മരിക്കാതിരിക്കാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി 2026 വർഷം മുമ്പ് ആ കൽവറിയിൽ നമുക്ക് വേണ്ടി ഭാരമേറിയ ചുമക്കുരിശ് ചുമന്നു. ഹല്ലേലൂയ. അവൻ കരിയിരുമ്പാണിയാൽ തറയപ്പെട്ട് മുൾക്കിരീട ധാരിയായി ശരീരം ഒഴിവുചാല് പോലെ കീറി അവന്റെ വിലാപ്പുറം കുത്തി തുറന്ന് അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് തന്ന് പാപത്താൽ നിറയപ്പെട്ട് സമാധാനമില്ലാതെ സന്തോഷമില്ല സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നുപോയ ഹല്ലേലൂയ ശാപത്തിൻ കിടന്ന എനിക്ക് നിങ്ങൾക്ക് മോചനം തന്നു. എന്നെ കേൾക്കുന്ന പ്രിയമാതാവി, പിതാവി, സ്നേഹിത, ഇന്ന് പകൽ നിന്റെ പാപത്തിന് പരിഹാരം നിന്റെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം വരുത്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിൽ നിന്റെ ഉള്ളിലാക്കുന്നെങ്കിൽ, നിന്റെ ഉള്ളിൽ എഴുതുന്നെങ്കിൽ, നിന്റെ ഹൃദയങ്ങൾ എഴുതുന്നെങ്കിൽ ഈ ലോക ജീവിതം നിനക്ക് സമാധാന ജീവിതം നയിക്കാൻ കഴിയും. സാത്താന്റെ തന്ത്രങ്ങളുടെ കുടുക്കി ഈ ലോകത്തിന്റെ പാപങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ നാം അതിലേക്ക് വീണ് പോകാതെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള ആ ബന്ധത്തിന് പുതുക്കിക്കൊണ്ട് അനുദിന ജീവിതം നടത്തണം. രക്തം ചെയ്യാൻ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ തടിയിലൂടെ കടക്കണിയിലൂടെ മരണം മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകർ ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമീൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക്. അവന്റെ ന്യായപ്രമാണം അവൻ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എഴുതി തരും. നിന്റെ ജീവിതത്തിന്റെ കഷ്ടങ്ങൾ മാറും, സങ്കടങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും, വേദനകൾ മാറി നിനക്കൊരു പുതിയ ജീവിതത്തെ തരുവാൻ ദൈവം ആഗ്രഹിക്കുക. ആമീൻ. ഫിലിപ്പിയ ലേഖനമൊക്കെ വായിക്കും, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാൻ വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാധിച്ച് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായി നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകന്റെയും ഭൂലോകന്റെയും അധോലോകന്റെയും മുഴങ്ങലൊക്കെയും മടങ്ങുകയും എല്ലാം നാവും യേശു ക്രിസ്തു കർത്താവിന് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു കാലമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഈ സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്താൽ നിറയപ്പെട്ട് ശാപത്താൽ നിറയപ്പെട്ട് സമാധാന സന്തോഷം അമ്മ സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ തടിയിലൂടെ ജീവിച്ച ജനത്തിന്റെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം എഴുതി അവർക്ക് സ്വസ്ഥതയും സമാധാനം നൽകി ലോക ജീവിതത്തിൽ വിടൽ മോചനം കൊടുക്കണമേ. സകലത്തും ഇരങ്ങളുടെ നീതിയുള്ള കരം വെളിപ്പെടുന്ന സകല മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.